ഹലോ, എക്സ്ട്രാ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഓൾറെഡി സബ്സ്ക്രൈബേഴ്സ് കളക്ഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ നമുക്കിപ്പം ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കളക്ഷനിലേക്ക് സാരീസ് അയച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ സാരീസ് പർച്ചേസ് ചെയ്യാനും നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പൊ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ബെയ്ഷ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. നമ്മൾ നോർമലി പറയുന്ന സിൽക്കി കോട്ട ഫാബ്രിക് അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിൽക്കി കോട്ടയ്ക്ക് ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുണ്ട്, ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ട്. അതുപോലെ ഈ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സിൽക്കി കോട്ട ഫാബ്രിക് അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. അതിനകത്ത് ഇതുപോലെ ആ ഒരു നമ്മൾ ആ സാരിയുടെ ബോർഡർ വശം, തേര് വശം എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഒരു ഗോൾഡൻ ഫിനിഷിലാണ് ആ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ആ ഒരു ഓഫ് വൈറ്റും ഒരു ബേജും ഗോൾഡൻ ഷെയ്ഡിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഇതിനകത്ത് ഇങ്ങനെ ഗ്രീനും പിങ്കും കൂടെ ഒരു കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. എല്ലാം ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവേഴ്സ് ആണെങ്കിലും ലീവ്സ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. വളരെ കുറച്ച് ലേസി ഫ്ലവേഴ്സ് ബഞ്ചസ് ആയിട്ട് അടുക്കി ലേസിയുടെ തന്നെ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ കുറച്ച് ലീവ്സും കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡോ ഒരുപാട് ഭയങ്കര ഇതൊന്നും ആക്കാതെ വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി വർക്കാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വർക്കാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓണം സീസണാണ് വരുന്നത്. ഓണം സീസണിലേക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. നമുക്ക് എല്ലാവർക്കും സെറ്റ് സാരി കൊടുക്കുന്നതിന് പകരമായിട്ട് ചെറിയൊരു വേരിയേഷനൊക്കെ നമുക്കൊന്നും എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണിത്. നമ്മൾ ഈ ഒരു ഓണം സീസണിൽ ഈ ഒരു സാരി ഓണത്തിന്റെ ഫംഗ്ഷൻസിനൊക്കെ പെയർ ചെയ്യുവാണെങ്കിൽ ഒരു ഹാൻഡ് എംബ്രോയിഡറിയുടെ എലഗൻസും വരും. എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു നോർമൽ സെറ്റ് സാരിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്നാൽ ആ ഒരു ഓണം കളർ തീമിൽ തന്നെ വരുന്നത് പോലെ ആ ഒരു ഗോൾഡൻ്റെ എലമെൻ്റ് ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാരി പെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സാരിയിൽ വീണ്ടും ഡിസൈൻസ് ഈ ഒരു റണ്ണിങ് ബോർഡറിൽ, അതായത് നമ്മുടെ ആ ഒരു പല്ലൂരിൻ്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ 2 ഡിസൈൻസും കൂടെ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് പല്ലുവിൻ്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ടോട്ടൽ 3 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ വരുന്ന ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടില്ല. നമ്മൾ മെയിനായിട്ട് കാണുന്ന പോർഷനിലാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. 3 ഡിസൈൻസ് ആണ് ഇതുപോലെ ഈ ഒരു സാരിയുടെ ആ ഒരു മെയിൻ ബോർഡറിൽ വരുന്നത്. അതുപോലെ ഇതിന് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 3 ഡിസൈൻസ് ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ ഭയങ്കര വലിയ സൈസിലോ ഒന്നും വരുന്ന ഡിസൈൻ അല്ല. പക്ഷേ നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് വരുന്നൊരു ഡിസൈൻ തന്നെയാണ്. കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. 3 ഡിസൈൻസ്, ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ 3 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം കാണത്തക്ക രീതിയിൽ ഡിസൈൻസ് ഉണ്ട്. ഇതിനകത്ത് ബോട്ടം പോർഷനിലാണെങ്കിലും ആദ്യം ഫസ്റ്റ് റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പം സെയിം രീതിയിലൊരു ഡിസൈൻ, അതായത് നമ്മൾ ചെസ്റ്റിലൊക്കെ കണ്ട സെയിം ഡിസൈൻ ഒരെണ്ണം റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കോട്ട് വരുന്ന ഭാഗത്തായിട്ട് 3 ചെറിയ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ച 3 ഡിസൈൻസിനേക്കാളും കുറച്ചുകൂടെ സൈസ് കുറച്ചുള്ള 3 ഡിസൈൻസ് ഇതിനകത്ത് ആ ഒരു ഫ്ലീറ്റ്സിന് ഇടയ്ക്കോട്ട് വരുന്നത് പോലെ വരുന്നുണ്ട്. ടോട്ടൽ ഇതിനകത്ത് ചെറിയ ഡിസൈൻസോടെ കൂട്ടി 10 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1795 ആണ്. വളരെ ബഡ്ജറ്റഡ് ആയിട്ട് നമുക്ക് ഓണത്തിനൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാരിയാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് കളറിൽ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ഷാഡോ വർക്ക് സാരീസ് അന്വേഷിച്ച് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കളക്ഷനിൽ അത്യാവശ്യം ഷാഡോ വർക്ക് സാരീസ് ലഭിക്കാറുമുണ്ട്. നമ്മളാണെങ്കിലും കസ്റ്റമൈസേഷൻ ഷാഡോ വർക്ക് ചെയ്യാറുണ്ട്. എന്നാലും എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് ഷാഡോ വർക്ക് സാരീസിലാണ്. ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഷാഡോ വർക്ക് സാരിയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്കാണ്. ലീഫും ഫ്ലവറും എല്ലാം ആ ഒരു ഷാഡോ വർക്കിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സിന് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ടാണ്. ഒരു യെല്ലോയുടെ ഷെയ്ഡിലാണ് ആ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പല്ലു പോർഷനാണ്. പല്ലു പോർഷൻ്റെ എൻഡിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പല്ലു പോർഷൻ്റെ ബോട്ടം പോർഷനിൽ ചെറിയ സിംഗിൾ ഫ്ലവർ ഡിസൈൻസ് ഇങ്ങനെ ആ ഒരു ബോർഡറിൻ്റെ എൻഡ് പോർഷൻ കവർ ചെയ്യത്തക്ക രീതിയിൽ ആ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻസ് ഇതിൻ്റെ ഫുൾ ആ ഒരു ഏറ്റവും എൻഡിലെ ബോർഡർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പം ഇതുപോലെ 2 ഡിസൈൻസ് ആണ്
ഇതിൻ്റെ ഈ ഒരു പുറകോട്ട് കിടക്കുന്ന, അതായത് പല്ലുവിൻ്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ബോട്ടത്തിൽ എൻഡിലെ ആ ഒരു ഡിസൈൻ കൂട്ടി 3 ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്ലൂവും നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്. 2 ബ്ലൂവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്സ് ആണ്. ഒരു സ്കൈ ബ്ലൂ, അങ്ങനെ 2 ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു നമ്മുടെ ആ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ബ്ലൂ പിങ്ക് ഉള്ള കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ ഒത്തിരി ഡെഫിനേഷൻസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇഷ്ടം പോലെ എല്ലായിടത്തും കാണാറുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. എന്നാൽ പോലും നമുക്ക് മടുക്കാത്ത ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷൻ. അതുപോലെ ഇനി എൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ 4 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫ്രണ്ട് കവർ ചെയ്ത് വരുന്നത് പോലെ തന്നെ ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ വരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിരിക്കുന്ന പോലെ ഇതിനകത്ത് 4 ഡിസൈൻസ് നമ്മൾ ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ആ ഒരു ഫ്രണ്ട് ഫുൾ കവർ ചെയ്ത രീതിയിൽ താഴം വരെയും വരുന്നത് പോലെ ഫ്രണ്ട് പോർഷനിൽ 4 ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ആ ഒരു റാൻഡമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 2 ഫ്ലവേഴ്സ് ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഇവിടെയോട്ട് വരുമ്പോൾ 2 ഫ്ലവേഴ്സ് സ്കൈ ബ്ലൂ വരുന്നത് പോലെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അങ്ങനെ ചെയ്ത് ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് ഈ ഒരു സാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോർമലി കാണുന്ന സാരീസിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ഈ സാരിയുടെ ചെസ്റ്റ് പോർഷൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ഉടുത്ത് വരുമ്പം നമ്മുടെ ബ്ലൗസിനോട് ചേർന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് 3 ഫ്ലവേഴ്സ് ഡിസൈൻസ് ഈ ഒരു പാറ്റേണിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് 3 എണ്ണം ഇതുപോലെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ സിമ്പിൾ ലുക്ക് തന്നെ ഈ ഒരു സാരി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം പോർഷനിലോട്ട് ഡിസൈൻസ് ഇല്ല. ഇത്രയും ആ ഒരു ടോപ്പ് പോർഷൻ അത്യാവശ്യം കവർ ചെയ്ത് തന്നെ ഡിസൈൻസ് ഉണ്ട്. ഉള്ളിൽ വരുമ്പോഴാണെങ്കിലും പല്ലുവിൻ്റെ എൻഡിലാണെങ്കിലും ഒക്കെ നമ്മൾ നോർമലി ബോട്ടം പോർഷനിൽ കൊടുക്കുന്ന ഡിസൈൻസിന് പകരമായിട്ട് ആഡ് ഓൺ ആയിട്ട് ഇങ്ങനത്തെ കുറേ ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാരി അത്യാവശ്യം നല്ല ടൈം എടുത്ത് തന്നെ ചെയ്യുന്നത്. എന്നാലും ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനിലുള്ള നമ്മുടെ സാരീസിനൊക്കെ റേറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2175 റുപ്പീസാണ്. 2175 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ്. അപ്പോൾ ഈ ഒരു സാരി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേജ് കളറിലെ ഓർഗൻഡി സാരിയാണ്. ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്. ഫ്ലവർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ 2 ബഡ്സ് ലീവ്സും വന്നിരിക്കുന്നത് പോലെ റോസ് ഫ്ലവറിൻ്റെ ബഡ്സ് ചെയ്തിരിക്കുന്ന പോലെയാണ്. ശരിക്കും നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് ആ റെഡിൻ്റെ 2 ഷെയ്ഡ്സ് മിക്സ് ചെയ്ത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് വെച്ചിട്ട് ആ 2 ബഡ്സ് ആണെങ്കിലും അതുപോലെ ലീഫ് ആണെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ പെർഫെക്ഷനോട് കൂടിയാണ്. നമുക്ക് ശരിക്കും ഒരു 3D ഇഫക്റ്റ് ഒക്കെ തോന്നുന്നത് ശരിക്കും ഒരു ഫ്ലവർ ബഡ് അവിടെ ഇരിക്കുന്ന ഒരു ഫീൽ വരുന്ന പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നല്ല ഫിനിഷിങ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഇതാണ്. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. പിന്നെ പല്ലുവിൻ്റെ എൻ പോർഷനിൽ 2 ഡിസൈൻസ് ആണ്. പല്ലുവിൻ്റെ 2 എൻഡിലും വരുന്നത് പോലെ 2 ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന പോലത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ പല്ലുവിൻ്റെ ആ റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോഴും ഇതുപോലെ 2 ഡിസൈൻസ് കൂടെ റണ്ണിങ് പോർഷനിലുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ബാക്കിലോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇതുപോലെ 3 ഡിസൈൻസ് ആണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന 3 ഡിസൈൻസ് ആണ്. ഇത് ഓർഗൻഡി സാരി, ഓർഗൻഡി മെറ്റീരിയൽ സാരിയാണ്. നല്ല ഓർഗൻഡി മെറ്റീരിയൽ ആണെങ്കിലും ഒട്ടും സ്റ്റിഫ് അല്ലാത്ത നല്ല ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻഡി മെറ്റീരിയലാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ നല്ലൊരു ഒതുങ്ങി കിടക്കുന്ന പോലത്തെ ഓർഗൻഡി ഫാബ്രിക് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലെ 2 ഫ്ലവർ ബഞ്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വന്നിരിക്കുന്നത്. ഈ ഒരു റെഡ് കളറിലെ ബ്ലൗസോ അല്ലെങ്കിൽ റെഡും ഗ്രീനും കൂടെ ഉള്ളൊരു മിക്സ് ആ ഒരു ഡിസൈൻസ് ഒക്കെ വരുന്ന പോലത്തെ ബ്ലൗസ് ഇട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. നെക്സ്റ്റ് ഈ സാരിയുടെ ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു പ്ലീറ്റ്സിന് ഇടയ്ക്കോട്ടൊക്കെ വരുന്നത് പോലെ ഈ ഒരു ബോട്ടം പോർഷനിൽ ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 6 ഫ്ലവർ ഡിസൈൻസ് ആ ഒരു ബഡ്സിൻ്റെ ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഇത് വെർട്ടിക്കലി നേരെ വരുന്നത് പോലെയാണ് ഈ സാരീസിൽ ഡിസൈൻ വരുന്നത്. ഞാൻ ഇതിൻ്റെ ബോട്ടം പോർഷനാണ് മുകളിൽ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്ലവേഴ്സ് താഴോട്ട് വന്നിരിക്കുന്ന പോലെ വരുന്നത്. ശരിക്കും അപ്വേർഡായിട്ട്, അതായത് സ്റ്റാൻഡിങ് പോസിൽ വരുന്നത് പോലെയാണ് ഈ ഒരു 6 ഡിസൈൻസ് വരുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ റൈറ്റ് ലെഗ് തൊട്ട് ഏകദേശം ലെഫ്റ്റ് ലെഗ് ഒക്കെ വരാവുന്നത് പോലെ ഈ ഒരു ഡിസൈൻസ് ഉണ്ട്. 6 ഡിസൈൻസ് ആണ് ഇതിൻ്റെ ബോട്ടം പോർഷനിലുള്ളത്. ഇത്രയും ഡിസൈൻസ് ഉള്ള ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്
2145 ആണ്, 2145 ആണ്. ഈ സാരി ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു മെറൂൺ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ വീണ്ടും ഷാഡോ വർക്ക് എംബ്രോയിഡറി തന്നെ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സ് ഷാഡോ വർക്കിലും അതുപോലെ ഈ ലീഫ് പാറ്റേൺ കൊടുത്തിരിക്കുന്ന ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തതാണ്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുന്നതും ഷാഡോ വർക്ക് എന്ന് പറയുന്നത് സെയിം ടൈം എടുത്ത് ചെയ്യുന്നതാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഷാഡോ വർക്ക് തന്നെ വരുന്നത് പോലെയാണ്. ഹെറിംഗ് ബോൺ സ്റ്റിച്ചും ഷാഡോ വർക്ക് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. തിരിച്ച് എൻ്റെ നല്ല വശം ഷാഡോസ് ആയിട്ട് വരുന്നതിനെയാണ് ഷാഡോ വർക്ക് എന്നും അതുപോലെ ഫ്രണ്ട് സൈഡിൽ ഈ ഒരു സ്റ്റിച്ച് വരുന്നതിനെയാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്നും പറയുന്നത്. രണ്ടും സെയിം ടൈം എടുത്ത് തന്നെ ചെയ്യുന്ന രണ്ട് സ്റ്റിച്ചുകളാണ്. ഇതിനകത്ത് ചെറിയ ബീഡിന്റെ ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ബീഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് പേൾസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിട്ട് സാരി പോലെ തന്നെ ഇതിന്റെ ബോട്ടം പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിന്റെ ആ ഒരു പല്ലുവിന്റെ എൻ പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു റാൻഡമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ആ ഒരു സാരിക്ക് പല്ലുവിൻ്റെ എൻ പോർഷൻ കുറച്ചുകൂടി റിച്ച് ആയിരിക്കാനായിട്ട് ആ ഒരു ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ പല്ലുവിൻ്റെ റണ്ണിങ് പോർഷനിൽ, അതായത് സാരിയുടെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്ത് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത്. ഇത്രയും ഡിസൈൻസ് ആണ് ഇതിൻ്റെ പുറകോട്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു മീൻസ് ഡിസൈനാണ്. വലിയ വലുപ്പത്തിൽ ചെയ്തിരിക്കുന്നില്ല. ഈ ഒരു സൈസിലെ ഡിസൈൻ ഉള്ളതുകൊണ്ടോ ഈ ഒരു വലുപ്പത്തിലെ ഡിസൈൻ ഉള്ളൂ, പക്ഷേ ഡിസൈൻസിൻ്റെ എണ്ണം കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും നിറച്ചും ആ ഒരു ഡിസൈൻ കാണാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്ക് സ്റ്റിച്ചാണ്. ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ലൈറ്റ് പീച്ച് കളർ ഓഫ് വൈറ്റിനോട് സാമ്യമുള്ളൊരു ഷെയ്ഡിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ലീഫ് പാറ്റേൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ആ സെയിം ഗ്യാപ്പിൽ തന്നെ പല്ലു തൊട്ട് ഏകദേശം ചെസ്റ്റ് പോർഷൻ കവർ ചെയ്യുന്ന ആ ഭാഗം വരെ, അതായത് നമ്മുടെ ബോട്ടത്തിൽ നിന്ന് ആ ഒരു ഫ്ലീറ്റ് മുകളിലോട്ട് കയറി വരത്തില്ല, ആ ഒരു ബോട്ടം പോർഷൻ തൊട്ട് പല്ലു പോർഷൻ വരെയും ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുക. നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു റൈറ്റ് ലെഗിന്റെ ഇവിടുന്ന് ആ മുകളിലോട്ട് കയറി വരുന്ന ആ ഒരു ഭാഗം തൊട്ട് പല്ലുവിന്റെ എൻഡ് വരെയും ഇതുണ്ട് ഈ ഒരു ഗ്യാപ്പിൽ റണ്ണിങ് ആയിട്ട് ആ ഡിസൈൻ കൊടുത്തിരിക്കുക. ഇതിനകത്ത് മൊത്തം ഒരു ഓൾമോസ്റ്റ് 10 ഡിസൈൻസോളം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ഒരു ഷാഡോ വർക്ക് ഡിസൈൻ ആണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഞാൻ നേരത്തെ കാണിച്ച സാരിയുടെ പോലെ തന്നെ ചെറിയൊരു ഡിസൈൻ ഈ ഒരു ഉൾവശത്ത്, അതായത് നമ്മൾക്ക് ആ ഒരു സാരി ഇങ്ങനെ പ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഇങ്ങനെ കാണാവുന്നത് പോലെ ചെറിയൊരു ഡിസൈൻ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെയിം കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് തന്നെ പെയർ ചെയ്യുന്നതായിരിക്കും കാണാൻ ഭംഗി. അന്നേരം ഈ ഒരു ഡിസൈൻ ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. നോർമലി നമ്മൾ കണ്ടുവരുന്നതല്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉള്ളിൽ കൊടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് തന്നെ ഈ ഒരു സാരി നമ്മൾ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1975 ആണ്. 1975 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ സാരീസും സിംഗിൾ പീസസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്ക് നമുക്ക് സാരി ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്പാച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ സെയിലെല്ലാം ചെയ്യുന്നത്. നമ്മൾ കാണിക്കുന്ന ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന വിചിത്ര സിൽക്ക് സാരിയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ലൊരു ഷൈനിങ് ഉള്ളൊരു നല്ലൊരു ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ട് വരുന്ന രീതിയിലാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ലേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ പാറ്റേൺ ആണ്. വളരെ ചെറിയ സൈസിൽ ചെയ്തിരിക്കുന്നതാണ്. ചെറിയ ഫ്ലവർ ബഞ്ച്, അതിനകത്ത് ബീഡ്സിന്റെ ഹൈലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സെൻട്രൽ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ബീഡ്സ് അത് ഒട്ടിച്ചിരിക്കുവാണ്. ഇതിനകത്ത് ഈ ഒരു 2 ബീഡ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച്ഡ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാറ്റേണിലാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഒട്ടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലും നല്ല ഫാബ്രിക് വെച്ച് തന്നെ നല്ല കട്ടിയിൽ തന്നെ ഒട്ടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പോലെയൊന്നുമല്ല, നല്ല ഭംഗിയിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിൽ ഇതുപോലെ ആ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ ആ ഒരു ചെറിയ ഓരോരോ സിംഗിൾ ഫ്ലവേഴ്സും ചെറിയ ലീവ്സും വരുന്നത് പോലെയാണ് ആ പല്ലുവിൻ്റെ എൻ പോർഷനിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷനിലോട്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് 4 ഡിസൈൻസോളം ഇതിൻ്റെ ഒരു റണ്ണിങ് പോർഷനിൽ വരുന്നത് പോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പം അത്യാവശ്യം കാണാവുന്ന പോലെ ആ ഒരു ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ വലിയ ഗ്യാപ്പിലെന്ന് അത്യാവശ്യം ഒരു ഗ്യാപ്പ് വിട്ട് 4 ഡിസൈൻസ് വരുന്നത് പോലെ ഈ ഒരു സാരിയിൽ
ആ ഒരു പല്ലു പോർഷനിൽ ഡിസൈൻ വരുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ അതിനകത്ത് ചെസ്റ്റ് പോർഷനിലോട്ട് ഡിസൈൻ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച സാരി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു റൈറ്റ് ലെഗ് പോർഷൻ്റെ അവിടുന്ന് മുകളിലോട്ട് വരുന്ന ആ ഒരു പോർഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പല്ലുവിൻ്റെ എൻഡ് വരെയും ഈ ഒരു ഗ്യാപ്പിൽ ഡിസൈൻസ് കൊടുത്തിരിക്കുകയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. സെയിം ആൾ തന്നെ ചെയ്ത വർക്കാണ്, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പാറ്റേൺസ് എല്ലാം സിമിലർ ആയിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയുടെ ഉടുത്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം കാണുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻസ് എല്ലാം വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഭയങ്കര കോൺട്രാസ്റ്റ് അല്ല, എന്നാൽ അത്യാവശ്യം ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഡിസൈൻസ് കാണാൻ പറ്റുന്നത് പോലെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാരിയിലും ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുന്നിടത്ത് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് വിചിത്ര സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലോയി ആയിട്ടുള്ള സാരിയാണ്. ഇനിയിപ്പം കുത്തി കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇനി ഈ ചെസ്റ്റ് പോർഷനിൽ ഡിസൈനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതുപോലെ ഒഴുങ്ങി വൺ ഫ്ലീറ്റിലാണെങ്കിലും ഡിസൈൻ ഇടാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അത്യാവശ്യം നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഭാഗത്ത് ഡിസൈൻ ഉണ്ട്, അതുപോലെ ചെസ്റ്റിലാണെങ്കിലും നല്ല ഡിസൈൻ ഉണ്ട്. നമുക്ക് സിംഗിൾ ലെയറിലാണെങ്കിൽ വൺ ഫ്ലീറ്റിലാണെങ്കിലും ഈ സാരി പെയർ ചെയ്യാം. ഈ സാരിയുടെയും ബോട്ടം പോർഷനിലോട്ട് ഡിസൈൻസ് വരുന്നില്ല. ഈ ഒരു സാരിയുടെയും പ്രൈസ് വരുന്നത് 1815 ആണ്, 1815. അപ്പോൾ ഇത്രയും സാരീസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ കാണിച്ച സാരീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ കാണിച്ച ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിവതും മെസ്സേജസ് ആയിട്ട് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. കോൾസ് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കോൾസ് ഒരേ സമയം വരുമ്പോൾ നമുക്ക്, അതുപോലെ നമ്മൾ വർക്കിൻ്റെയോ ഡിസ്പാച്ചിൻ്റെയോ ഒക്കെ തിരക്കിലാണെങ്കിൽ നമുക്ക് കോൾസ് എടുക്കാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട്, വോയിസ് ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, മെസ്സേജ് ആയിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.